അല്ലയോ ഭക്തവത്സല, അല്ലയോ കരുണാനിധേ, അല്ലയോ ശ്യാമസുന്ദര, കൃഷ്ണ കൈതൊഴുന്നേ. അല്ലയോ ഭക്തവത്സല, അല്ലയോ കരുണാനിധേ, കൃഷ്ണ കൈതൊഴുന്നേ. കൃഷ്ണ കൈതൊഴുന്നേ. കൃഷ്ണ കൈതൊഴുന്നേ. നാരായണ 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 നാരായണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർക്കും ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തർക്കും വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പതിവ് പോലെ തന്നെ വ്യാഴാഴ്ച ഗുരുവായൂർ പോയിരുന്നു. എല്ലാ സന്തോഷം. ഗുരുവായൂരപ്പനെ കണ്ടു. പിന്നെ കുറേ നാളുകളായി ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ട്. കുറേ സാഹചര്യങ്ങളാണ്, എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ ഗുരുവായൂർ വെച്ചിട്ട് തന്നെ പറഞ്ഞു, വീഡിയോ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് കുറേ ഓർമ്മപ്പെടുത്തലാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം കേട്ടോ. അപ്പോൾ എത്ര നാൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം, സിറ്റുവേഷൻ അത് തന്നെയാട്ടോ ഏറ്റവും ഇത്. നമുക്ക് ഇപ്പോൾ ഗുരുവായൂർ പോവുകയാണെങ്കിലും ഗുരുവായൂരപ്പനെ കാണുകയാണെങ്കിലും നമ്മുടെ സാഹചര്യം, സിറ്റുവേഷൻ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അത് തന്നെയാട്ടോ ഏറ്റവും വലിയ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭഗവാനെ കാണാനായിട്ടും സാഹചര്യങ്ങൾ, സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി തരണേ ഗുരുവായൂരപ്പ. അപ്പം അങ്ങനെ തന്നെയാട്ടോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു ഭക്തി ഉണ്ടാക്കി തന്നെ ഗുരുവായൂരപ്പ, അതന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വേണ്ടത്. അപ്പോൾ അതുപോലെ പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വേറെ ചെറിയൊരു കാരണം, ഇപ്പോൾ വൈശാഖ മാസമൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ വൈശാഖത്തിൽ പ്രത്യേകത എന്ന് ചെയ്തപ്പോൾ എന്നും നമുക്ക് പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഒക്കെ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് കടയിൽ നിൽക്കായാലും നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഭഗവാന്റെ നാമങ്ങളൊക്കെ എല്ലാ ദിവസവും നാരായണീയം വായിക്കും. അങ്ങനെ പതിവ് പോലെ തന്നെ. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ അതിപ്പോൾ നെയ്വിളക്കൊക്കെ തെളിയിക്കുക. അപ്പോൾ വീട്ടിലിപ്പോൾ അങ്ങനെയുണ്ട്, ഇപ്പോൾ എല്ലാ ദിവസവും നെയ്വിളക്കിനെ തെളിയിക്കണേ. അപ്പോൾ പിന്നെ ഈ വൈശാഖത്തിൽ കണ്ണനിപ്പോൾ കൂടുതലും ഇപ്പോൾ ഗുരുവായൂർ നല്ല തിരക്കല്ലേ. അപ്പോൾ പിന്നെ വൈശാഖ മാസമാണ്, വെക്കേഷനാണ്, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്ര നല്ല തിരക്ക്. ഇപ്പോൾ എപ്പോഴും കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് ആ നേതി സമയത്താണ് കണ്ണനെ കാണുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരക്കുണ്ടെങ്കിൽ അപ്പോൾ നേതി സമയത്ത് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് മാറ്റി നേതി സമയത്ത് മിക്കവാറും കണ്ണനെ കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ള പാൽപുഞ്ചിരി തന്നെ കാണാൻ പറ്റും. പക്ഷേ അടുത്തുനിന്ന് കാണുന്ന പോലെ കാണാൻ പറ്റില്ല. എന്താ കയ്യിലുണ്ടാവുക, ഒരു കിങ്ങിണി ഏതാ കളറ് കറക്റ്റ് മനസ്സിലാവും. സ്വർണ്ണ കിങ്ങിണിയൊന്നും കാണാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകളായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയപ്പോൾ അങ്ങനെ മനസ്സിലങ്ങനെ തോന്നി, എന്താ ഗുരുവായൂരപ്പ വൈശാഖല്ല, ഉള്ളിലേക്ക് അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റിയില്ല. നിങ്ങളൊരു പരിഭവം ഞാൻ അങ്ങനെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു കേട്ടാ. അപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ പറഞ്ഞങ്ങനെ പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നടടയ്ക്കുന്ന സമയത്ത് നാമം ജപിക്കും. നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സജിത്തേട്ടൻ, നമ്മുടെ ഒരു കസിനാണ്, ഭാര്യയുടെ കസിനാണ്. അപ്പോൾ അവിടെ വരിയിൽ നിൽക്കണമെന്നും. അപ്പോൾ അവരെന്ന് വെച്ചാൽ പരിചയക്കാരുണ്ട്. അങ്ങനെ അവർ കാർഡ് കിട്ടിയിട്ട് അവർ കയറുന്നതാണ്. അത് ഐപ്പൻ്റെ അതിലങ്ങനെ പരിചയക്കാരൻ മാനേജറൊക്കെ ആയിട്ട് ബന്ധമൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷേ എനിക്കറിയാം അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാറുന്നില്ല, ഇങ്ങനെ റിക്വസ്റ്റ് കളക്കാൻ പറ്റാൻ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളുകൾക്ക് ഞങ്ങളങ്ങനെയാണ് വരിയിൽ നിന്ന് പോകുമ്പോഴും അത്രയും വരിയിൽ നിന്ന് പോകുമ്പോഴും പല ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ വേദന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒപ്പം ചിലപ്പോൾ 3 ആളുണ്ടാവും, 4 ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാറില്ല, അങ്ങനെ കടക്കാനായിട്ട് സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഗുരുവായൂരപ്പനോട് പറയാറ്, ഗുരുവായൂരപ്പം അങ്ങനെ ഒരു ഇതുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ വൈശാഖമൊക്കെ അല്ലേ, അങ്ങനെ അടുത്തുനിന്ന് കാണണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അത് തലേദിവസം വൈകിട്ട് അങ്ങനെ സൈത്തേട്ടൻ വിളിക്കണം, കാരണം വരുന്നുണ്ടോ എപ്പോഴും വരുന്നു ഗുരുവായൂർക്ക് വരുന്നു. അപ്പോൾ ഇന്ന സമയത്ത് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്കുള്ള ടിക്കറ്റ് ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ 3 ആളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അത് ഇങ്ങനെ എന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടൻ ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ വൈശാഖ് വരാറുണ്ട്, അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ശരിയെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു, ശരി അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും പോവില്ലേ. അപ്പോൾ അങ്ങനെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, തലേദിവസം എത്തിയപ്പോൾ സുരേഷ് ഏട്ടനെ വിളിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ ഇല്ല, വൈശാഖിനെ വിളിച്ചു വൈശാഖും ഇല്ല, അരുണിനെ വിളിച്ചപ്പോൾ അരുണും ഇല്ല. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒന്ന് നിഷാദ്, അവന് മെസ്സേജ് അയച്ചു, പക്ഷേ ആൾ കണ്ടില്ല, വരേണ്ട ഒന്ന് ഞാൻ ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അനന്തേട്ടനും ഞാനും കൂട്ടിയിട്ടാണ് ഇത്തവണ ഗുരുവായൂരപ്പനെ കാണാൻ പോയത്. അനന്തേട്ടൻ വലിയൊരു കദളിക്കോല കയ്യിൽ പിടിച്ചിട്ട് വന്നേക്കണം. അപ്പോൾ അത് പഴുത്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പഴുത്തത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കാരണം അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇനി നാശമാവും. അപ്പോൾ എന്തായാലും പഴുക്കുമ്പോൾ കണ്ണൻ സ്വീകരിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവമാണ് അനന്തേട്ടനത്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അനന്തേട്ടൻ പിന്നെ ഫോട്ടോ എടുക്കാനും നിൽക്കുന്നില്ലേ. അപ്പോൾ ഞാനും സുരേഷ് ചേട്ടനാണ് കുളത്തിൽ കുളിച്ചിട്ടാണ് ദർശനം നടത്താറ്. അപ്പോൾ അനന്തേട്ടനാണ് ഈ വേഗം വന്ന് തൊഴുത് ആള് ഗുരുവായൂരപ്പനെ കണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വരെ അനന്തേട്ടനെ കിട്ടില്ല. ആളൊറ്റ സീനിൽ പിന്നെ ഇല്ല, വരുമ്പോൾ ഉണ്ടാവും. പിന്നെ ഞങ്ങളൊക്കെ തൊഴുത് വന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴാണ് അനന്തേട്ടൻ അവിടെ ഒരു വണ്ടിയുടെ അടുത്ത് കുറേ നേരം ഞങ്ങളെ കാത്തേക്കുണ്ടാവും. ആളെ തൊഴിലൊക്കെ പെട്ടെന്ന് ഫാസ്റ്റിൽ കഴിയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇതവണ അപ്പോൾ അങ്ങനെ അനന്തേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാൻസ് ഉണ്ട് എന്താ ചിലപ്പോൾ കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. ഭഗവതിയുടെ അവിടെ കിടക്കണോടത്ത് 4 മണിക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഭഗവാനുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ പതിവ് പോലെ തന്നെ ഭഗവാനുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഗുരുവായൂരപ്പനെ കാണാൻ പോയത്. അപ്പോൾ അങ്ങനെ കിടക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും ഭഗവാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അപ്പോൾ അതൊന്ന് സാധിച്ചു തന്നെ തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ചൈത്തേട്ടനെ കണ്ടു. അപ്പോൾ ചൈത്തേട്ടൻ്റെ ഒപ്പം ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജറെ അടുത്ത് നിന്ന് പാസ് കിട്ടി. അപ്പോൾ അങ്ങനെ കിടക്കാം. അപ്പോൾ ഒരു 3 ആൾക്കുള്ള പാസ് തന്നെയുള്ളൂ. അപ്പോൾ അനന്തേട്ടൻ പറഞ്ഞിട്ടാണ് ഈ കിടന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് തൊഴാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് കായക്കൊല എനിക്ക് തന്നു, കദളിക്കൊല. അപ്പോൾ ഞാൻ സൈത്തേൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പം എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളുണ്ട് ഭഗവാനുള്ളത്. അപ്പോൾ എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സൈത്തേൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ വരിയിൽ തന്നെ നിന്നു. ഈ 4 മണിക്ക് നട തുറന്നിട്ട് ഫസ്റ്റത്തെ അതായത് രാവിലെ 3 മണിക്ക് നട തുറന്ന് പിന്നെ അടയ്ക്കില്ല, ഒരു 3:45 3:30 ഉള്ളിൽ വീണ്ടും അടയ്ക്കും. എന്നിട്ട് തുറക്കണ ടൈമിലാണ് ഞങ്ങൾ കണ്ണനെ കാണാനായിട്ട് കിടക്കണത് അയ്യപ്പൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ അയ്യപ്പനെ അവിടേക്ക് നോക്കിയപ്പോൾ അയ്യപ്പ സ്വാമിക്ക് അലങ്കാരങ്ങൾ ഇങ്ങനെ തുടങ്ങണുള്ളൂ, ഒന്നും കഴിഞ്ഞ് പൂർത്തിയായിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം വരിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക ശ്രീകോവിലിൻ്റെ പടി. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ കുറേ നാളുകളായി ഉള്ളിൽ കിടന്ന് കണ്ടിട്ട് ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് നാമം ജപിച്ചിട്ട് തന്നെ കണ്ണനെ നാമം ജപിച്ചിട്ട് തന്നെ അങ്ങനെ സാധാരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ആ പടി കടന്ന വഴിക്ക് തന്നെ അപ്പോൾ ആൽപ്പുഞ്ചിരി കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. കടന്ന വഴി കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. അവിടെ കടന്ന കഴിഞ്ഞ് നോക്കിയോ കണ്ണനെ കാണാൻ തിരുമുടിമാല എന്നെ കാണുള്ളൂ. അപ്പോൾ എനിക്ക് ആകെ ഇതെന്താ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, രക്ഷയില്ല. കണ്ണനെ അപ്പം ഒരു മിന്നിമായം പറഞ്ഞ മാതിരി ഒറ്റ നോട്ടം കറക്റ്റ്. ആ മുഖം ഇങ്ങനെ ചെറിയൊരു മുഖം നല്ല രസമായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ഒറ്റ എത്തി നോട്ടം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് ഗുരുവായൂരപ്പനും. നല്ല രസമായിട്ടുള്ള ഉണ്ണി തന്നെ. അപ്പോൾ അങ്ങനെ കണ്ടുട്ടാ. പിന്നെ വീണ്ടും പറഞ്ഞു മുന്നിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, ഒക്കെ ഭഗവാന്റെ കളികൾ തന്നെ. എന്താ പറയുക നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇനി നടത്തിയെന്നില്ലെങ്കിൽ മോശമല്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ ഒക്കെ നമുക്ക് വഴിയൊരുക്കി തരുന്നതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് നമസ്കാര മണ്ഡപം വരെയുള്ളൂ. അത്ര ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് കാണണ്ടെന്ന് വെച്ചാൽ ഇത്ര തിരക്കില്ല. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നു ദർശനമൊക്കെ. ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നു തിരക്കായ കാരണം. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് മാറുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെട്ടെന്ന് വരി നീങ്ങും, റൈറ്റ് സൈഡിലേക്ക് മാറുന്നു. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ ചിരിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഭഗവാനുള്ള നാമങ്ങളൊക്കെ ജപിച്ചിട്ടുണ്ട്. ഭഗവാനിലെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആ നമസ്കാര മണ്ഡപത്തിന് തന്നെയാണ് വെച്ചത്. മുന്നിൽ ആ പരിചയക്കാരുണ്ടായിരുന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റുന്ന ചേച്ചിയൊരു പരിചയക്കാരുണ്ട് എൻ്റെ കറക്റ്റ് മുന്നിൽ. അപ്പോൾ അവരവിടെ കുറച്ച് നേരം നിന്ന് കഴിക്കുക. അപ്പോൾ എനിക്കും കണ്ണനെ അങ്ങോട്ട് എന്താ പറയുക കൺകുളിർക്ക് കണ്ടോ കണ്ണ എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ. നല്ല ചെറിയൊരു പൊന്നുണ്ണി കണ്ണ നല്ല രസമായിട്ട് തന്നെ റെഡ് കളറായിരുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ മൊത്തത്തിൽ നിന്ന് റെഡായിരുന്നു. റെഡ് പട്ട് കൊണകം അവർ അരയിൽ റെഡ് പട്ടൊക്കെ ചുറ്റി ഇങ്ങനെയൊക്കെ സ്വർണ്ണക്ക് ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് കാണട്ടെ. നല്ല രസമായിട്ടുള്ള സ്വർണ്ണക്കിണി. പിന്നെ മാറിൽ തിലകൊക്കെ ഉണ്ട്. നല്ല അതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. വെട്ടിത്തിളങ്ങാണ് നല്ല തിളങ്ങാനെ തിലകം. അന്നേരം ചെറിയ പുഞ്ചിരിനെ പാൽപുഞ്ചിരിനെ ചെറിയ നല്ല രസമായിട്ട് ചിരിച്ചിരിച്ച് എന്താ പറയുക നല്ല. പിന്നെ വളയം പോലത്തെ മാലകൾക്ക് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഒരു സ്വർണ്ണമാലൊക്കെ തിരുമുടിമാലയൊക്കെ ചേർത്തി അങ്ങനെ നിൽക്കണ ആ ശോഭിക്കുന്ന കണ്ണുണ്ടല്ലോ. വീഡിയോ കാണാൻ എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. കയ്യിലെന്താണെന്നൊന്നും കണ്ടില്ല കേട്ടാ. കയ്യിൽ ഓടക്കോയിലുണ്ടോ, അതുമാതിരി താമരയുണ്ടോ, വെണ്ണയുണ്ടോ, അതിൽ കദളിപ്പഴമുണ്ടോ, ഇതൊന്നും കണ്ടില്ല. എത്ര കണ്ടാൽ മതി എന്നുണ്ടാവും ഗുരുവായൂരപ്പൻ്റെ ദിനം. എത്ര നേരം നിന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാനോ അതൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ല. അവർ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കണ്ട. പിന്നെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എത്ര നാളെയിൽ അത്ര അകലം നിന്നിട്ട് കാണുക. അപ്പോൾ കൂടുതലും മുഖം തന്നെ ചെയ്യിപ്പൂ ഒക്കെ സ്വർണ്ണത്തിൻ്റെ തന്നെ ഒക്കെ ചേർത്തി നല്ലൊരു കുട്ടപ്പനായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് തന്നെ നിൽക്കന്നെ. ഗുരുവായൂരപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. ഭഗവാനെ ഗുരുവായൂരപ്പ ഇനി സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കണേ, സന്തോഷമായിട്ടാന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ വെച്ചു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ വഴിക്ക് കദളിക്കോല അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സൈത്തേട്ടൻ എനിക്ക് തന്നു കദളിക്കോല വെച്ചോളാം. അപ്പോൾ
അപ്പോൾ നമസ്കാര മണ്ഡപത്തിൽ തന്നെ കദളിക്കോലൊക്കെ അവിടെ വെച്ച് പഴുത്തിട്ടില്ല. ഇല്ലെങ്കിൽ കൂടി ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഇത് പഴുക്കുമ്പോൾ സ്വീകരിക്കണേ, ആനന്ദേട്ടൻ നന്നാണ്, ആനന്ദേട്ടൻ പുറത്താണ് ഉള്ളത്, സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് അങ്ങനെ നീങ്ങി വയ്ക്കുന്ന ഞാൻ പറയാറില്ലേ, ആലിലൊരു കണ്ണുണ്ട്. അപ്പോൾ അവിടെ സഹിതേട്ടൻ്റെ ഒപ്പം തന്നെ ചേട്ടനുണ്ട്. അപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ അതങ്ങനെ തന്നെയാണ് ഗുരുവായൂരത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്കും എത്ര നാളെ പോകണമെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അറിയില്ല ഇപ്പോഴും കുറേ കാര്യങ്ങൾ. അതങ്ങനെയാണ് വൺ ബൈ, അതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും എന്താ പറയുക, അതൊന്നും മനസ്സിലാക്കാനോ അതൊന്നും കാണിച്ചില്ലേ. കണ്ട അതിൻ്റേതായിട്ടുള്ളൊരു പാകമാകുമ്പോൾ മാത്രം ഇങ്ങനെ കാണിച്ചല്ലോ. ആലിൽ വിരലുണ്ടെന്നൊരു കണ്ണുണ്ട്, കണ്ണനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഗണപതി സ്വാമിയൊക്കെ മഞ്ഞപ്പട്ടിലൊക്കെയുണ്ട്, നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ മേൽശാന്തിക്ക് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് അവിടെയൊക്കെ നമസ്കരിച്ച് കുറേ നാളായി അവിടെ വന്നിട്ട്. അതുമാതിരി രാധിക്കും കൃഷ്ണനൊക്കെ മുല്ലമാല ചാർത്തിട്ട് കുറേ നാളുകളായി. അപ്പം കഴിഞ്ഞ തവണ ഞാൻ അതൊക്കെ പറഞ്ഞോളൂ, ഗുരുവായൂരപ്പം ഈ മുല്ലമാല ചാർത്തിട്ട് രാധിക്കും കൃഷ്ണൻ എന്നൊക്കെ മുല്ലമാല ചാർത്തിട്ട് കുറേ നാളായി. അപ്പം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ഇങ്ങനെ വൈശാഖമൊക്കെ അല്ലേ ഇതൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ കേട്ടോ. അപ്പോഴേക്കും ഭഗവാൻ ഇതൊക്കെ അങ്ങോട്ട് സാധിച്ചു തരുന്നേ ഗുരുവായൂരപ്പൻ. എന്താ പറയുക, ഭക്തവത്സരനല്ലേ കണ്ണൻ. അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കട്ടോ. അപ്പോൾ അവിടെ ഉള്ളിൽ പോകുമ്പോൾ ഒക്കെ ഫില്ലർമ ഓരോരോ അവതാരങ്ങളൊക്കെ ഉണ്ട്. ശ്രീരാമനുണ്ട്, ശ്രീരാമൻ്റെ അവിടെയൊക്കെ നമുക്ക് പറ്റാവുന്ന നാമങ്ങളൊക്കെ ജപിച്ച് സ്തുതിക്കാം. പിന്നെ ഒരു ചെറിയ കണ്ണിന് ആരാന്നറിയില്ല, നല്ല താമര കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് ചാർത്തിണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ താമരമാല ഉള്ളിൽ ഉള്ള ആ ചെറിയ കണ്ണിന് ചാർത്തി കാണുന്നു. അതുമാതിരി ഹനുമാൻ സ്വാമിക്ക് വിറ്റിലമാല ചാർത്തിണ്ട്. നോക്കുമ്പോൾ രാധയും കൃഷ്ണനും ഞാൻ വരുന്നുണ്ട് എന്ന് എന്താ പറയുക തോന്നിച്ചിട്ടാന്നുകൊണ്ട് ആരും ഇതുവരെ ചാർത്തിണ്ടല്ലോ. ഇപ്പം ഞാനാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 4:30 മുന്നേയായിട്ട് ഞാനാണ് ആ മുല്ലമാല രാധയ്ക്കും കൃഷ്ണനും ചാർത്തി അവിടെ നാമങ്ങളൊക്കെ ജപിച്ച് രാധാറാണിയെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ടു. അതുമാതിരി കൂട്ടുരമ്മരെ കണ്ണൻ്റെ അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളിൽ ബെല്ലടിച്ച് അത് കഴിഞ്ഞാൽ അടുത്ത നേതി സമയം ഞങ്ങൾ നേതി സമയത്താണ് കാണാറ് കണ്ണൻ. ആ ടൈമായി കറക്റ്റ് 4:30 ആ സമയം കിട്ടാം. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഉള്ളിലൊന്നും ഇരിക്കാനൊന്ന് സമയം കിട്ടും. 2 സെക്കൻഡാണ് ഇരുന്നു. അപ്പോഴേക്കും എല്ലാവരും ആ ടൈമിൽ ആ നേതി സമയത്ത് കറക്റ്റ് എല്ലാവരും മാറ്റും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കിടന്ന് തീർത്തൊക്കെ വാങ്ങി വീണ്ടും നടക്ക് ചെന്ന വഴിക്ക് നടയിൽ കറക്റ്റായിട്ട് അടച്ച കറക്റ്റ് ടൈമായിരുന്നു. അവിടെ നിന്നിട്ട് തന്നെ നാമം ജപിച്ചു. കണ്ണനെ അങ്ങോട്ട് നാമം ജപിച്ച് അവിടെ കുറച്ച് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ കറക്റ്റ് നട തുറന്നു. ഉള്ളിൽ മണ്ണിടി കേട്ടു. വേഗം നമ്മൾ നാലമ്പലിക്ക് കിടക്കണ വാതിൽ അതൊക്കെ ഇങ്ങോട്ട് നട തുറന്നു. നല്ല രസമായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിന് ശേഷമാണ് കുറച്ചങ്ങോട്ട് തിക്കും തിരക്കോട് കൂടിയിട്ട് തന്നെ കണ്ണനെ കണ്ട് നല്ല രസമായിട്ട് തന്നെ ചിരിച്ചിട്ട് തന്നെ വേഗം അങ്ങോട്ട് മാറിയിട്ടാണ്. പല ആൾക്കാരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അവിടെ നിൽക്കും. അവരാരും മാറില്ല. മറ്റുള്ളവർക്ക് കൂടിയും കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ. നമ്മൾ വേഗം കണ്ണനെ കണ്ടുപിടിക്ക് വേഗം പറഞ്ഞു കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും ആൾക്കാർ വിടുമ്പോൾ പിന്നെ കണ്ണനെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടെ നമസ്കരിച്ച് അവിടെ നരസിംഹസ്വാമിനെ നമസ്കരിച്ച് സ്തുതിച്ച് അത് കഴിഞ്ഞാൽ ഫില്ലറിൻ്റെ കണ്ണൻ്റെ അടുത്തേക്ക് പോയി. ഫില്ലറിൻ്റെ കണ്ണനെ ആരാന്നറിയാം, തുളസിമാലയൊക്കെ ചേർത്ത് നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുമാതിരി അപ്പോൾ നമ്മുടെ കയ്യിൽ താമര വിരിച്ച് നെറിയിലൊക്കെ വെച്ച് കൊടുത്തു. നമ്മൾക്ക് ഗുരുവായൂർ എപ്പോഴും അനൗൺസ്മെൻറ്റ് കേൾക്കും, നമുക്കത് കൊണ്ടുപോകാൻ പാടില്ല, താമര എടുക്കില്ല, തുളസി എടുക്കില്ല എന്നൊക്കെ പറയും. കാരണം നമ്മൾ മാല കെട്ടിയിട്ട് ഇങ്ങനെ ഫില്ലർമാർ ഓരോരോ ഭഗവാന്റെ ഓരോരോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചാർത്തി കൊടുക്കുക. അതുമാതിരി പുറത്ത് പടിഞ്ഞാറ നടയിൽ പുതിയൊരു QR കോഡുമ വന്നിട്ടുണ്ട്. എന്താ പറയുക, തങ്കത്തടങ്ങും പോലത്തെ തോന്നിപ്പിക്കാവുന്ന രീതിയിലൊക്കെ നല്ല രസമായിട്ട് ശോഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ചാർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള ഏത് വിഭാഗത്തിലെ ആൾക്കാർക്കും വേണമെങ്കിൽ ചാർത്താം. അപ്പോൾ അതൊക്കെ ഭഗവാൻ തന്നെ ഇതൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് മാല ചാർത്തുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചാർത്തിക്കുമോ, നല്ല രസമായിട്ട് നമ്മൾ തന്നെ മാല കിട്ടുക, നമ്മൾ തന്നെ അവിടെ കൊണ്ട് ചാർത്തുക. അവിടെ അനൗൺസ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയും തുളസി സ്വീകരിക്കില്ല, താമരപ്പൂ സ്വീകരിക്കില്ല, മയിൽപ്പീര് സ്വീകരിക്കില്ല, അതൊന്നും ഉള്ളിലേക്ക് എടുക്കില്ല, അല്ലെങ്കിലും എടുക്കില്ല. ഒക്കെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ നമ്മൾ തന്നെ ചേർത്ത്. ഞാനൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. കൂടുതലും മുല്ലപ്പൂവൊക്കെ വെച്ച് കുറച്ച് മുല്ലപ്പൂ വാങ്ങും എന്ന് വെച്ച് അവിടെ ഞാൻ പറഞ്ഞു രാധിക്കും കൃഷ്ണനൊക്കെ ചേർത്തി. അതുമാതിരി ഫില്ലറിൻ്റെ അവിടെ ഒരു കണ്ണുണ്ട്, അവിടേക്ക് ചേർത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ തോന്നുന്നത് അതേ രീതിയിലൊക്കെ ചാർത്തി. അത് കഴിഞ്ഞാണ് അയ്യപ്പസ്വാമി അടുത്ത് പോയപ്പോണ്ടല്ലോ, അയ്യപ്പസ്വാമി എന്താ പറയുക നല്ല രസമായിട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ നല്ല രസമായിട്ട് അലങ്കരിച്ച് അടിപൊളിയായിട്ടെന്ന് പറയില്ലേ. അവർ വെള്ളപ്പെട്ട് അരയിൽ റെഡ് പെട്ടുണ്ട്. ആ മാതിരി എന്താ പറയുക മോക്കൊക്കെ കാണാനൊക്കെ ഉണ്ടല്ലോ. നല്ല രസമായിട്ട് തന്നെ
അങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ആയിട്ട് തോന്നും. കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മുടെ കണ്ണനെ എടുത്ത് നോക്കുമ്പോൾ ഉള്ളിൽ പോയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറേ നേരം നിൽക്കാം. നല്ല രസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ചിരിച്ചിട്ട് തന്നെ നല്ലൊരു ഉണ്ണിക്കണ്ണൻ അതേപോലെ മുഖമായിട്ട് തന്നെയാണ് അയ്യപ്പസ്വാമിക്ക് അലങ്കരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊഴുതിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ബാലാമണി ഇതെല്ലാം എന്നെ നിൽക്കുന്നുണ്ട്. കണ്ണാ എന്ന് പറഞ്ഞു. ആ ശരി എന്ന് വെച്ചാൽ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാമണി എവിടെയാണെന്ന് ഉണ്ണിക്കണ്ണുള്ളപ്പോഴൊക്കെ അങ്ങനെ നോക്കുക. ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയും ബാലാമണി എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഭഗവതിയുടെ ഭഗവതിയുടെ ഒരു മഞ്ഞപ്പട്ടലേക്ക് കിടന്നു ഭഗവതിനെ അലങ്കരിച്ച് നടന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് ഗുരുവായൂർ പോയിരുന്ന വിശേഷങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആ ഗുരുവായൂരപ്പൻ തന്നെ എല്ലാം എന്താ പറയുക അറിഞ്ഞൂടെ എല്ലാ കാര്യങ്ങളൊക്കെ. നമ്മൾ ഭഗവാനോട് കാര്യം ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ ഒക്കെ അനുഗ്രഹിച്ച് തരുന്നതാണ്. അപ്പോൾ ഭഗവാനെ ചേർത്ത് പിടിക്കുക. ഈ വീഡിയോ കാണാൻ എല്ലാവരും കേട്ടോ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. ഒന്നും അങ്ങോട്ട് മടി വയ്ക്കുന്നു വേണ്ട. പിന്നെ ഗുരുവായൂർക്ക് വരണം തോന്നി കഴിഞ്ഞാൽ ഓടി വരുമ്പോൾ കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആയിട്ട് തന്നെ ഓടി. ഭഗവാൻ ഏത് ഭാഗത്തിലാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട് തന്നെ ഓടി വരും. അതുപോലെ കദളിപ്പഴം പ്രത്യേകം ശ്രദ്ധിക്കണം. കദളിപ്പഴം വരുമ്പോൾ ഇപ്പോൾ അനന്തനോട് ഞാൻ കുറേ ക്ലാസ്സൊക്കെ എടുത്തുള്ളൂ. അതിനകത്ത് കദളിപ്പഴം വരുമ്പോൾ പഴുത്തതായിട്ട് തന്നെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ ഉണ്ണി ഇങ്ങടല്ലോ വലിച്ചെറിയും. അതൊക്കെ പഴുക്കാത്തതാണോ, അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഓടി വരിക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ, രാധേ രാധേ.